ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, പൊടി വിമുക്ത വിദ്യാലയ പ്രഖ്യാപനം നടത്തിയ വാർഡ് മെമ്പർ ശ്രീ കെ രാജീവൻ, സ്കൂൾ ഹെഡ് മാസ്റ്റർ ഷാജി മാഷ്, ഈ വേദിയിലിരിക്കുന്ന സദസ്സിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എനിക്ക് ആദ്യം തോന്നിയ ഒരു കാര്യം, ഷാജി മാഷ് പറഞ്ഞാൽ കുട്ടികൾ മാത്രമല്ല രക്ഷിതാക്കളും കേൾക്കുന്നുള്ളതാണ്. കുട്ടികളൊക്കെ പിന്നോട്ട് പോയിരിക്കും, രക്ഷിതാക്കൾ മുന്നോട്ട് വന്നിരിക്കുമെന്ന് പറഞ്ഞപ്പം കുറേ രക്ഷിതാക്കൾ മുന്നിൽ വന്നിരുന്നു. കേരളത്തിൽ ഒരിക്കലും ഈ മുന്നിലത്തെ സീറ്റ് നിറഞ്ഞിരിക്കില്ല. എപ്പോഴും ഏറ്റവും ആദ്യം വരുന്ന ആൾ ഏറ്റവും പിന്നിലാണ് ഇരിക്കുക. പക്ഷെ ഇവിടെ ഇങ്ങനെ മുന്നിലത്തെ ഈ കസേരയൊക്കെ നിറഞ്ഞിരിക്കുന്നത് തീർച്ചയായും സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ ആദ്യം തന്നെ ഈ LSSൻ്റെ 11 മിടുക്കരായ കുട്ടികളെ അഭിനന്ദിക്കുകയാണ്. നേരത്തെ LSS ഒരു കിട്ടാക്കനിയായി നിൽക്കുന്ന കാലത്ത് പോലും ജ്ഞാനപ്രദായിനി സ്കൂളിൽ എല്ലാ വർഷവും ഒരു LSS ഉണ്ടായിരുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ റിപ്പോർട്ടിൽ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. എന്നും LSSനെ ഒരു എന്ന് പറഞ്ഞാൽ അക്കാദമികമായി ഒരു മികവ് നിലനിർത്തി പോന്ന ഒരു വിദ്യാലയം തന്നെയാണ്. പിന്നെ രണ്ടാമതായിട്ട് ഇവിടെ പൊടി വിമുക്ത വിദ്യാലയം പ്രഖ്യാപിച്ച സമയത്ത് ഞാൻ ഓർത്തത്, കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വരുമ്പോൾ തന്നെ ഇവിടെ ഈ വരാന്തയിൽ ക്ലാസ്സിൻ്റെ മുന്നിൽ വരാന്തയിൽ മുഴുവൻ ചെരുപ്പഴിച്ചിട്ടിട്ടാണ് കുട്ടികൾ ക്ലാസ്സിലേക്ക് കയറുക. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ കണ്ടൊരു കാര്യമാണ്. അപ്പോഴന്നേ ഈ പൊടി വിമുക്തമായ വിദ്യാലയത്തോട് ഒരു താല്പര്യമുണ്ട് ഈ വിദ്യാലയത്തിന്. അതിൻ്റെ ഒരു തുടർച്ചയായ വികസനമാണിത്. ഷാജി മാഷ് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയത്, സുസ്ഥിരം എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതായത് ജ്ഞാനപ്രദായിനി സ്കൂളിൻ്റെ വളർച്ച എന്ന് പറയുന്നത് സ്ഥിരമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ ചില മാഷന്മാരുണ്ടാകുമ്പോൾ, ചില മാനേജർമാരുണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ ഒരു വളർച്ച ഉണ്ടാവും, പിന്നെ ഒരു തളർച്ച ഉണ്ടാവും. അങ്ങനെയല്ല, കഴിഞ്ഞ 26 വർഷം അല്ലെങ്കിൽ ഈ വർഷങ്ങളായിട്ട് ഇതിൻ്റെ ഗ്രാഫ് മുന്നോട്ട് തന്നെ പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ ഇങ്ങനെ ഒരു വാർഷികം ഈ ഒരു വർക്കിംഗ് ഡേയിൽ നടക്കുന്നതും. അതൊക്കെ സ്കൂളിനോടുള്ള ഒരു വലിയ രക്ഷിതാക്കളുടെ ഒരു പ്രതിബദ്ധതയാണ്. അപ്പോൾ എനിക്കുള്ള ആദ്യത്തെ നിങ്ങളോടുള്ള ഒരു അപേക്ഷ എന്ന് പറയുന്നത്, ഇങ്ങനെ വലിയൊരു നേട്ടം നമ്മുടെ ഈ വിദ്യാലയത്തിന് ഉണ്ടാക്കിയതിൽ മുഖ്യ പങ്ക് വഹിച്ച ഷാജി മാഷ് ഉൾപ്പെടെയുള്ള ഇവിടുത്തെ അധ്യാപകർ, അതിന് നേതൃത്വം കൊടുത്ത മാനേജ്മെൻറ്റ്, അതിനോടൊപ്പം നിൽക്കുന്ന PTA, പിന്നെ നിങ്ങളെല്ലാവരും കൂടി ഒരു നല്ല നിറഞ്ഞ കയ്യടി ഈ ഒരു 70ാം വാർഷികത്തിൽ ഈ സ്കൂളിന് വേണ്ടി സമ്മർപ്പിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ ഒരു അഭ്യർത്ഥന. 70 വർഷത്തെ ഒരു വിദ്യാലയത്തിൻ്റെ ഒരു കുതിപ്പ്, അതായത് 70 വയസ്സാണെങ്കിലും നല്ല ഒരു 16 വയസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു 18 വയസ്സിൻ്റെ ഒരു ഊർജ്ജമാണ് ഈ വിദ്യാലയത്തിനുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്കൂളിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവുക, നമ്മുടെയൊക്കെ ഒരു 1ാം ക്ലാസ്, അന്നത്തെ അധ്യാപകർ, അന്നത്തെ കഷ്ടപ്പാട്, കുറേയൊരു പ്രയാസം ഉണ്ടാവും. പൊതുവേ അമ്മമാരൊക്കെ പറയുന്നതാണ്, അന്നൊക്കെ മൊബൈൽ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളും റീൽസ് കളിക്കുമായിരുന്നു എന്നാണ് അമ്മമാരൊക്കെ പറയുന്നത്. അപ്പോൾ ഈ മൊബൈൽ ഇല്ലാത്ത ഇങ്ങനെ പൊടിയൊക്കെ ആകെ പൊടിയായി ചീരാപ്പ് വലിപ്പിച്ച് അങ്ങനെയൊക്കെ നടന്നിരുന്ന ഒരുപാട് ഇല്ലായ്മകളുള്ള ഒരു കാലത്തു നിന്നാണ് 70ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഒരുപാട് സൗകര്യങ്ങളോടുകൂടി നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കലാപരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. അതൊന്ന്, ഇത്രയൊക്കെ സൗകര്യമുള്ള കുട്ടികളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കുറച്ച് കാര്യം ഈ കുട്ടികളെ ബന്ധപ്പെട്ട് മാത്രം പറഞ്ഞ് ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. ഈ കുട്ടികളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരുപാട് ഭാഗ്യം കിട്ടിയവരാണെന്നാണ് പൊതുവേ പറയുന്നത്. അപ്പോൾ അത് പൊതുവേ കുട്ടികളെങ്ങനെ കുറ്റം പറയുന്ന ഒരു ശീലമുണ്ട്, ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നൊക്കെ. അപ്പോഴതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോകത്തെല്ലായിടത്തുമുള്ള അല്ലെങ്കിൽ ലോകം ഇന്ന് ഈ കുട്ടികളെ കാണുന്നത്, അതായത് 2010 മുതൽ 2025 വരെ ജനിച്ച ഈ കുട്ടികളെ ആൽഫ ജനറേഷൻ കുട്ടികൾ എന്നാണ് പറയുന്നത്. ഈ കുട്ടികളുടെ ജനറേഷൻ അതാണ്, ആൽഫ ജനറേഷൻ കുട്ടികളാണ്. 25 ജനിക്കുന്ന കുട്ടികൾ മാറി ബീറ്റ ജനറേഷൻ കുട്ടികളായി മാറി. അപ്പം 10 മുതൽ, അതായത് ഈ ഓടിക്കളിക്കുന്ന കുട്ടികളൊക്കെ ആൽഫ ജനറേഷൻ കുട്ടികളാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്നും കുട്ടിക്കാലമേ അല്ല. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ എല്ലാവരും കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് സൂര്യക്കേടൊക്കെ ചെയ്യുക. ഒരു കുട്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ കുട്ടികളുടെ താഴെ ഇരിക്കണം എന്ന് പറയും. ഒരു കല്യാണ സ്ഥലത്ത് നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ പറയും പോയിരിക്കണം പിന്നിലെ അവിടെ. എല്ലാ സ്ഥലത്തും ഇങ്ങനെ കുട്ടികളെ ഓടിച്ചു കൊണ്ടിരുന്ന ഒരു കാലമാണത്. കാരണം ഒരു കൃഷിയുടെ ഒരു സംസ്കാരം, അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളിങ്ങനെ എല്ലാ ചെറിയ ചെറിയ പണികളൊക്കെ കുട്ടികളെ കൊണ്ട് എടുപ്പിക്കുക, എങ്ങനെയെങ്കിലും ഒന്ന് മുതിർന്നാൽ മതി എന്ന് തോന്നുന്ന ഒരു കുട്ടിക്കാലാണ്. അതിലെങ്ങനെ ഓടിക്കളിക്കുക, ഏത് സ്കൂളാണ് പോകുന്നതെന്ന് ഓർമ്മ ഉണ്ടാവില്ല. ഇവിടെ മാത്രം പഠിച്ച് വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് എത്രയോ പേരുണ്ടാവും. അത് അവർക്ക് പഠിക്കാൻ കഴിവില്ലായിട്ടോ കലാതിലകമാവാൻ പറ്റായിട്ടോ അല്ല, അന്നത്തെ ഒരു സാഹചര്യമാണ്. കൃഷിക്ക് MT ഒക്കെ പറഞ്ഞത് അവിടെയൊക്കെ എങ്ങനെ, അതായത് ഈ
നെൽവയലിൻ്റെ ഇടയിലൂടെ വരമ്പിലൂടെ എങ്ങനെ കന്നുകാലിയെ തെളിച്ച് അങ്ങോട്ട് പോയാൽ നീ പഠിച്ചു, അത് മതി പഠിപ്പ് എന്നാണ്. അങ്ങനെ ഒരു കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ നിന്ന ഒരു കാലമാണ്. പിന്നീട് വ്യാവസായിക രംഗത്തേക്ക് വന്നു. ഇപ്പോഴതൊക്കെ മാറി ഒരു വിജ്ഞാന സമൂഹത്തിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളൊക്കെ പഠിക്കുമ്പം, നമ്മൾ കുട്ടികളാവുമ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത് മുതിർന്നവരായിരുന്നു. ഇന്ന് നേരെ തിരിച്ചാണ്. ഇന്ന് ഈ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ അമ്മമ്മയോടോ അച്ഛമ്മയോടോ അച്ഛനോടൊക്കെ പറയൂ, ഒന്നും അറിയില്ല നിങ്ങൾക്ക്, നിങ്ങൾ ഇങ്ങോട്ട് എടുക്കുക ആ മൊബൈല്, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഈ മൊബൈലിൻ്റെ ഓപ്പറേഷനൊക്കെ കാണിച്ചു കൊടുക്കുന്നത് ഈ കുട്ടികളാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുട്ടികൾ തന്നെ പറയുന്നത് ഒരു റിവേഴ്സ് പാരൻറ്റിംഗ് ആണ്. അതായത് ഞങ്ങൾ ഇനി രക്ഷിതാക്കളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പണ്ട് നമ്മളെയൊക്കെ പഠിപ്പിച്ച രീതിയിൽ, അല്ലെങ്കിൽ നമ്മളൊക്കെ പഠിച്ച രീതിയിൽ നമ്മുടെ ഈ കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ പരാജയപ്പെടുകയുള്ളൂ. അത് നമ്മൾ അബദ്ധമാകുകയുള്ളൂ. കാലം എത്രയോ മാറി. ഈ പുതിയ കുട്ടികൾ എന്ന് പറയുന്നത്, ഈ ആൽഫ ജനറേഷൻ കുട്ടികൾ എന്ന് പറയുന്നത് ഡിജിറ്റൽ ലോകത്ത് പിറന്ന കുട്ടികളാണ്. എന്ന് പറഞ്ഞാൽ വളരെ വേഗമാണ്. ഇപ്പം നമ്മളൊക്കെ, അല്ലെങ്കിൽ നമ്മളൊക്കെ കാലം, അല്ലെങ്കിൽ കുറച്ച് കാലം വരെ ഇപ്പോൾ ഒരു ചായ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കണം, എന്നിട്ട് അത് അടുപ്പത്ത് വെക്കണം, എന്നിട്ട് തിളയ്ക്കണം, ഒരുപാട് സമയമെടുക്കും. എല്ലാ കാര്യത്തിനും ഒരുപാട് സമയമെടുക്കും. സ്കൂളിലേക്ക് വരണമെങ്കിൽ വളരെ നേരത്തെ പുറപ്പെടണം. എന്ത് കാര്യത്തിനും, ഒരു സിനിമ കാണണമെങ്കിൽ അതിന് പോയിട്ട് ക്യൂ നിൽക്കണം, അരി കിട്ടണമെങ്കിൽ ക്യൂ നിൽക്കണം. അപ്പോൾ ക്യൂ നിൽക്കുക, ബസ്സിലാണെങ്കിൽ ബസ്സിന് കാത്തു നിൽക്കണം. കാത്തു നിൽപ്പിൻ്റെ ഒരുപാട് സമയമെടുക്കുന്ന ഒരു കുട്ടിക്കാലാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം വളരെ സ്പീഡിലാണ്. അപ്പോൾ അവർ ഒരു കാരണവശാലും ഈ കാത്തിരിപ്പിനെ അംഗീകരിക്കില്ല. ഇപ്പം വേഗത്തിലാകുമ്പോൾ തന്നെ ഈ കുട്ടികൾ വളരെ അക്ഷമരായിരിക്കും. അവർ പെട്ടെന്ന് ദേഷ്യം പിടിക്കും. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ ഈ ഒരു വർഷത്തിനിടയിൽ 25ഓളം കുട്ടികൾ ആത്മഹത്യ ചെയ്തു. 25-ലധികം കുട്ടികൾ ആത്മഹത്യ ചെയ്തു. അതായത് നമ്മുടെ നാട്ടിൽ തന്നെ, കോഴിക്കോട് ജില്ലയിൽ തന്നെ 7-8 കുട്ടികൾ ആത്മഹത്യ ചെയ്തു. കൊലപാതകമല്ല ഞാൻ പറയുന്നത്, ആത്മഹത്യ ചെയ്തു. വളർത്തിയ മീൻ ചത്തതിൻ്റെ പേരിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. വളർത്തിയ മീൻ ചത്തതിൻ്റെ പേരിൽ. അമ്മ മൊബൈലിൻ്റെ റിമോട്ട് വാങ്ങിയതിൻ്റെ പേരിൽ ഒരു കുട്ടി ആത്മഹത്യ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ, നേരത്തെ വികസിത രാജ്യങ്ങളിലൊക്കെ ആയിരുന്നു ഇതൊക്കെ പറയുന്നതെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നടക്കുകയാണെന്ന് പറഞ്ഞാൽ കുട്ടികൾ അക്ഷമരാണ്. അപ്പം ഈ അക്ഷമരായ കുട്ടി, ഇത് അക്ഷമ കൂടുകയുള്ളൂ. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, അതായത് നമ്മളൊക്കെ 1900 വരെ, ഞാൻ പറയുന്നതല്ല, പൊതുവേ ലോകത്തിൻ്റെ ഒരു കണക്കാണ്. 1900 വരെ അറിവ്, ഒരു 100 വർഷം കൊണ്ടാണ് അറിവ് ഇരട്ടിക്കുക. എന്നാൽ ഒന്നാം ലോകമഹായുദ്ധത്തോടു കൂടി അറിവ് ഇരട്ടിക്കുന്നതിൻ്റെ കാലം 25 വർഷമായി. 1980 കൂടി അറിവ് ഇരട്ടിക്കുന്നത് 10 വർഷം കൊണ്ടാണ്. ഇപ്പോഴും ശാസ്ത്രം പറയുന്നത് അതായത് രാവിലെയുള്ള അറിവിൻ്റെ ഒരു ഇരട്ടിയായി ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോഴേക്കും അറിവ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ അറിവ് വർദ്ധിക്കുമ്പോൾ, ഈ പുതിയ AI, പുതിയ സാങ്കേതിക വിദ്യയിൽ പുതിയ അറിവ് ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ, ആ അറിവൊക്കെ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നവർ ഈ കുട്ടികളാണ്. അപ്പോൾ ആ കുട്ടികളെ അറിവ് മനസ്സിലാക്കി വളരെ വേഗതയിലാണ്. ഈ കുട്ടികളോട് നിങ്ങൾ ഇങ്ങനെ ഒരുപാട് വേഗതയുടെ കുട്ടികൾ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന, ഇപ്പം നേരത്തെ പണിക്കർ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി, നന്മണ്ടയിലൊരു കുട്ടി എന്നൊക്കെയാണ് പറയുക. ഇപ്പോൾ അതല്ല, ഈ കുട്ടി ഒരു ലോക കുട്ടിയാണ്. അതായത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള വേഷവും, ഏത് ഭാഗത്തുള്ള ഭാഷയും, ഏത് ഭാഗത്തുള്ള ഭക്ഷണവും, ഏത് ഭാഗത്തുള്ള ജീവിത രീതിയൊക്കെ അവർ മനസ്സിലാക്കി കഴിഞ്ഞു. ഒക്കെ അവരുടെ ഈ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്യപ്പെടുകയാണ്. അപ്പം നമ്മുടെ ഒരു കുട്ടിക്കാലമല്ല, നമ്മളൊന്നും സ്വപ്നം കാണുന്ന ഒരു കുട്ടിക്കാലമല്ല, അതിനേക്കാളൊക്കെ വളരെ വളരെ വേഗതയുള്ള ഒരു കുട്ടിക്കാലത്താണ് ഈ കുട്ടികൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ലോകത്തുള്ള രാജ്യങ്ങൾ, ഇപ്പം ജപ്പാൻ, സ്വീഡൻ, ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ അവരുടെ വിദ്യാഭ്യാസത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. ആ മാറ്റത്തിൽ എനിക്ക് തോന്നുന്നു, ഇവിടെ ഈ പൊടിരഹിത വിദ്യാലയത്തിന് ഇത് ചെയ്തതിനേക്കാൾ കൂടുതൽ എനിക്ക് ആകർഷിക്കുന്ന ആ ചുമരിൽ വരച്ച ചിത്രങ്ങളാണ്. അതൊരു പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. കുട്ടികൾ ഇങ്ങനെ വരയ്ക്കണം, ഇങ്ങനെ വീട്ടിലൊക്കെ വരച്ചു വെക്കണം. അങ്ങനെ കുട്ടികളുടെ എനർജിയെ നമുക്ക് മാറ്റാൻ കഴിയണം. ഈ വിദ്യാലയത്തിനുള്ള ഒരു വലിയ സവിശേഷത എനിക്ക് തോന്നുന്നത്, ഈ പഠനം മാത്രമല്ല, LSSൻ്റെ എണ്ണം മാത്രമല്ല, കുട്ടികളുടെ എല്ലാ രംഗത്തും. അതിന് എനിക്ക് തോന്നിയ ഒരു കാര്യം, ശിവാനി ഇവിടെ പഠിക്കുന്ന കുട്ടിയായിരിക്കും, ശിവാനി ഇവിടെ പഠിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂടെ കഴിഞ്ഞ ദിവസം ഷാജിമാഷ് അയച്ചു തന്ന ഒരു വീഡിയോ ഞാൻ ഇന്നലെയാണ് അത് കണ്ടത്. അത് മുഴുവൻ ചെയ്യുന്നത് ഒരു ശിവാനി എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. അതൊരു വലിയ മാറ്റമാണ്. അപ്പോൾ ഒരു ശിവാനി മാത്രമല്ല, അത് കാണുമ്പോൾ ഈ കുട്ടികൾക്കൊക്കെ ഒരു ആത്മവിശ്വാസം ഉണ്ട്. അത് വേണമെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളെ കൊണ്ട് ചെയ്യിക്കാം. നമ്മുടെ ആദ്യത്തെ ബുദ്ധി അങ്ങനെയാണ് തോന്നുന്നത്. അതങ്ങനെ തോന്നാതെ ഈ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ട് തന്നെ ചെയ്യിച്ചു. ഇത് കാണുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പല കുട്ടികൾക്കും അത് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. നാളെ വീട്ടിൽ നിന്ന് അവരൊക്കെ അത് ചെയ്യാം. അമ്മ ഇതൊന്ന് വീഡിയോയിൽ പകർത്തു എന്ന് പറയുമ്പോൾ നമുക്കത് പകർത്താൻ സാധിക്കും. അതായത് നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് ഇനി ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യത പറയുന്നത് ഒന്ന് ആശയവിനിമയ ശേഷിയിലാണ്.
അപ്പോൾ നന്നായിട്ട് സംസാരിക്കാൻ, നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും കുട്ടിയുടെ ഒരു മികവ് എല്ലാ തരത്തിലും, ഭക്ഷണം പാകം ചെയ്യുന്നതാവട്ടെ, പിന്നെ വരയ്ക്കുന്നതാവട്ടെ, പാട്ടുപാടുന്നതാവട്ടെ, കളിക്കുന്നതാവട്ടെ, എല്ലാ രംഗത്തുമുള്ള കുട്ടികളുടെ കഴിവ് വളർത്തിയെടുക്കത്തക്ക രീതിയിൽ ഈ കുട്ടികളെ മാറ്റാൻ നമുക്ക് സാധിക്കണം. അതിന് ഒരിക്കലും നിങ്ങൾ തയ്യാറാവില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളൊക്കെ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാണ്. ഇത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പറയും നമുക്കിപ്പോൾ ലഹരി വ്യാപകമാവപ്പെടും. അതായത് നേരത്തെ എന്താണെന്നറിയോ, ഒരു 10-20 കൊല്ലം മുമ്പ് അത് അയാൾ വീടി വലിക്കുന്ന ആളാണ്, അയാൾ ചീട്ട് കളിക്കുന്ന ആളാണ്, അയാൾ അല്പം മദ്യപിക്കുന്ന ആളാണ്, അയാളുടെ സ്വഭാവം ശരിയല്ല എന്ന് പറഞ്ഞ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരാളുണ്ട്. നമ്മുടെ നാട്ടിൽ എവിടെയൊക്കെയാണ് തിന്മ വരുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റും. ഇപ്പോഴതല്ല, 4ാം ക്ലാസ്സിലെ കുട്ടിയുടെ ബാഗിൽ നിന്നാണ് MDMA പിടിക്കുന്നത്. 4ാം ക്ലാസ്സിലെ കുട്ടിയുടെ ബാഗിൽ നിന്ന് MDMA പിടിക്കുകയാണ്. അപ്പം ഏത് വഴിക്കാണ് ഒരു തിന്മ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തിന്മകളൊക്കെ ഡൗൺലോഡ് ചെയ്യപ്പെടുന്നത് എന്ന് നമുക്കറിയാൻ പറ്റില്ല. അച്ഛനമ്മമാരുടെ സ്വകാര്യത ചിത്രീകരിച്ച് കൂട്ടുകാരൻ അയച്ചു കൊടുക്കുകയാണ് കുട്ടികൾ. ഞാൻ അതൊന്നും കൂടുതൽ പറയുന്നില്ല. അങ്ങനെ വളരെ വളരെ ഭീകരമായ ഒരുപാട് അനുഭവങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനെ തിരിച്ചു പിടിക്കണമെങ്കിൽ ഈ ജ്ഞാനപ്രദായിനി സ്കൂളിന് സമാന്തരമായി, അതിനൊപ്പം തന്നെ അല്ലെങ്കിൽ ഒരു പടി കൂടി കടന്ന് നമ്മുടെ വീടുകൾ മാറണം. വീടുകളിൽ രക്ഷിതാക്കളുടെ കണ്ണും കാതുമൊക്കെ വളരെ കൂടുതൽ കുട്ടികളോടൊപ്പം ചെലവഴിക്കേണ്ടതായി. കുട്ടികൾ തന്നെ പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, കുട്ടികൾ തന്നെ പറയുന്നുണ്ട് ഞങ്ങളോട് അച്ഛനമ്മമാർ സംസാരിക്കുന്നില്ല എന്ന്. അതിന് പല കാരണങ്ങളാണ്. കാരണം അത്യാവശ്യം സമയം കിട്ടും, നമുക്ക് നോക്കണം, ബാക്കി പണി ഉണ്ടാവും. അപ്പം ഞാൻ നിങ്ങളോടുള്ള ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു അപേക്ഷ എന്ന് പറയുന്നത്, നിർബന്ധമായിട്ടും കുട്ടികളോട് സംസാരിക്കണം. നിങ്ങൾ ഈ 4 കൊല്ലം ജ്ഞാനപ്രദായിനി സ്കൂൾ, അതായത് ഞാൻ ഈ സ്കൂളായതുകൊണ്ടാണ് പറഞ്ഞത്, ഈ പ്രൈമറി സ്കൂളിൽ ഈ കുട്ടികളുടെ കൂടെ നിന്ന് ഒരു രക്ഷിതാവിൻ്റെ രീതിയിലുള്ള കടമ പൂർണ്ണമായി നിങ്ങൾക്ക് പാലിക്കാൻ സാധിച്ചാൽ, ഒരു പരിധി വരെ പാലിക്കാൻ സാധിച്ചാൽ, തീർച്ചയായും ആ കുട്ടി വേറെ എങ്ങോട്ടും പോകില്ല. ഇതിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്, ഒരു തറക്കൽ എന്ന് പറയുന്നത് ഈ പ്രൈമറി വിദ്യാഭ്യാസമാണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് കുട്ടികളെ തെരഞ്ഞു പിടിക്കേണ്ടത്. ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള നീതിയെക്കുറിച്ച്, ലിംഗവ്യത്യാസത്തെക്കുറിച്ച്, ഞാൻ ആൺകുട്ടിയാണ്, ഞാൻ പെൺകുട്ടിയാണ്, ഞാനൊരു മനുഷ്യക്കുട്ടിയാണ്, പരസ്പരം സ്നേഹിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഈ 2ാം ക്ലാസ്സിലെയും 3ാം ക്ലാസ്സിലെയും 2 വയസ്സായ കുട്ടിയൊക്കെ പഠിപ്പിക്കണം. വിദേശ രാജ്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ട്യൂട്ടോറിയൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഒരുപക്ഷെ നമ്മുടെ ഇത് പറയുന്ന രീതിയിലുള്ള റീൽസുകളൊന്നുമല്ല. ഒരു കുട്ടി ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കുട്ടി ഇങ്ങനെ ഒരു കസേരയിൽ ഇരുന്നിട്ട് ഇങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു അമ്മ വന്നിട്ട് നേരെ നിലത്തിരുന്നിട്ട് ഒരു പുസ്തകം വായിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ഒരു അച്ഛൻ ആ കുട്ടിയുടെ അച്ഛൻ വന്ന് നിലത്തിരുന്നിട്ട് വേറൊരു പുസ്തകം വായിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ 2 പേരെ ഒന്ന് നോക്കി. അതിനുശേഷം കുട്ടി എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഈ മൊബൈൽ അവിടെ കൊണ്ടുവച്ചിട്ട് ലൈബ്രറിയിൽ നിന്ന് വേറൊരു പുസ്തകം എടുത്തിട്ട് നടുക്കിരുന്ന് കുട്ടി വായിക്കുകയാണ്. അതൊരു മെസ്സേജാണ്, അവർ തിരിച്ചു പിടിക്കുകയാണ്. അത് നമ്മുടെ മലയാളി ഇറക്കിയ റീലല്ല, അത് വിദേശ രാജ്യങ്ങളിൽ ഇറങ്ങിയ റീൽസുകളാണ്. അവിടെ മിനിമലിസം എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളുടെ വസ്ത്രത്തിൻ്റെ എണ്ണം കുറയ്ക്കുകയാണ്. അടുക്കളയിലുള്ള സാധനങ്ങൾ, അതായത് ഈ വികസിത രാജ്യങ്ങൾ, ജപ്പാൻ, സ്വീഡൻ തുടങ്ങിയ വികസിത രാജ്യങ്ങൾ അവരുടെ ജീവിത രീതി മാറ്റിപ്പിടിക്കുകയാണ്. കാരണം ഈ കുട്ടികളെ തിരിച്ചു പിടിക്കണം. അങ്ങനെ കുട്ടികളുമായിട്ട് നിരന്തരം സംസാരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഇരിക്കുന്ന ആളുകളൊക്കെ എന്തൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ആന കളിച്ചിട്ടുണ്ടാവും, ഓടിക്കളിച്ചിട്ടുണ്ടാവും, വേര് കൊണ്ടിട്ടുണ്ടാവും. ഇനി ഒരു കാര്യമോടെ, ഈ ജ്ഞാനപ്രദായിനി സ്കൂളിൽ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കില്ല, ജ്ഞാനപ്രദായിനി സ്കൂളിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ 4 വർഷം ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് ഒരു ദിവസം ഓട്ടോ വന്നിട്ടില്ലെങ്കിൽ, ബസ് വന്നിട്ടില്ലെങ്കിൽ ഒറ്റയ്ക്ക് ആ സ്കൂളിലേക്ക് പോകാൻ കഴിയില്ല. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മളത്. ഇവിടെ പിന്നെ കുറേ ദൂരെ നിന്നൊക്കെ വരുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ പല ഇൻ്റർനാഷണൽ സ്കൂളും ചെയ്യുന്നത് കുറേ ദൂരെ ബസ് നിർത്തുകയാണ്, എന്നിട്ട് അവിടുന്ന് കുട്ടികളെ നടത്തിച്ച് വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത കൊല്ലം ഏതെങ്കിലും ഒരു ദിവസം രക്ഷിതാവിൻ്റെ കൂടെ കുട്ടികളൊന്ന് സ്കൂളിലേക്ക് നടന്നു വന്ന് നോക്കട്ടെ. അതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നേരത്തെ എഴുന്നേൽക്കണം, കുട്ടികളെ നേരത്തെ പുറപ്പെടുവിക്കണം. അങ്ങനെ നടന്നു വന്ന് സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു ദിവസമെങ്കിലും ഈ സ്കൂളിലേക്ക് എല്ലാവരും ഒന്ന് നടന്നു വരുന്ന രീതിയിലേക്കൊക്കെ, ഇനി വളരെ ദൂരം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിലെങ്കിലും എത്തി അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുന്ന രീതിയിൽ സ്കൂളിലേക്കൊക്കെ നടന്നു വരിക, അല്പം വെയിൽ കൊള്ളുക, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പഠിക്കുകയാണ്. മറ്റൊന്ന് രുചിയുടെ കാര്യത്തിലാണ്. ഏറ്റവും കൂടുതൽ ഈ കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് മധുരം മാത്രമായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. അല്ലെങ്കിൽ നിങ്ങൾ പൊതുവേ കുട്ടികൾ മധുരമാണ് ഇത്. നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് ചവർപ്പ്, കയ്പ്പ്, എരിവ്, പലതരം പുളി, പല രസങ്ങൾ നമുക്ക് അനുഭവിക്കാൻ സാധിച്ചു. ഈ പാവം കുട്ടികൾക്കില്ല. ഒന്നുകിൽ മന്തി, അല്ലെങ്കിൽ കുഴിമന്തി, അല്ലെങ്കിൽ അൽഫാം എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണ്. നമ്മുടെ നാട്ടിലുള്ള നിരവധി രുചികരമായ ഭക്ഷണങ്ങളുണ്ട്. ജപ്പാനിലൊക്കെ അവർ തിരിച്ചു പിടിക്കുകയാണ്.
അവരുടെ നാട്ടുഭക്ഷണങ്ങളിലേക്ക് കുട്ടികളെ പരമാവധി കൊണ്ടുവരികയാണ്. എല്ലാ കാലത്തും അത് കഴിക്കാൻ പറ്റുന്നില്ല. പ്രൈമറി തലത്തിലെങ്കിലും, അതായത് ഒരു 10 വയസ്സ് വരെയെങ്കിലും കുട്ടികൾ ഓടിക്കളിച്ച് നാട്ടുഭക്ഷണങ്ങളൊക്കെ കഴിച്ച് വളരണമെന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ ലോകം അങ്ങനെ മാറി ചിന്തിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു അവസരം ഇപ്പം നമ്മൾ ഫുഡ് ഫെസ്റ്റ് നടത്തും സ്കൂളിലൊക്കെ, എന്നാലും കൊണ്ടുവരുന്നതെന്നറിയോ ഈ സാധനങ്ങളൊക്കെ തന്നെയാണ്. അപ്പം അതല്ലാതെ നമ്മുടെ നാട്ടിലുള്ള നാട്ടുകാര്യങ്ങൾ അതിൻ്റെ ഇതൊക്കെ കോവിഡ് കാലത്തൊക്കെ കുട്ടിയെ കിട്ടിയിട്ടുണ്ട്. കോവിഡ് കഴിഞ്ഞാൽ പിന്നെ ആ പരിപാടിയൊക്കെ നിർത്തി. അപ്പം ആ രീതിയിൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ വ്യത്യസ്ത രുചികൾ ഈ കുട്ടികളെ പരിചയപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ അത് വലിയൊരു കാര്യമായിരിക്കും. കുട്ടികളുമായിട്ട് നിരന്തരമായി സംസാരിക്കാൻ. നേരത്തെ എന്താണ് സംഭവം, ഇപ്പം നമുക്ക് ഒരു 6 വയസ്സായ കുട്ടി പീഡിപ്പിക്കപ്പെട്ടതിൻ്റെ അതൊരു 25 കൊല്ലം മുമ്പ് നടക്കില്ല. കാരണം എന്താ അറിയോ, എന്നും അമ്മ ആ കുട്ടിയെ തേച്ച് കുളിപ്പിക്കും. അപ്പോൾ ആ കുട്ടിയുടെ ശരീരത്തിൽ ഒരു ചെറിയ പോറലുണ്ടെങ്കിൽ അത് അമ്മയോ അമ്മമ്മയോ അച്ഛമ്മയോ ആരെങ്കിലും ഒന്ന് തിരിച്ചറിയും. ഇന്ന് നമ്മുടെ കുട്ടികളുടെ ശരീരത്തിലുണ്ടാവുന്ന ഇത് ഇവിടെ ഉണ്ടാവാതിരിക്കട്ടെ, ഉണ്ടാവില്ല നമുക്ക് പ്രതീക്ഷിക്കാം, പക്ഷെ അതുപോലും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ല. അന്ന് 5-8 കുട്ടികളുണ്ട്. അവിടെ കുറേ CCTV ഉണ്ട് വീട്ടിനകത്ത്. ഈ അച്ഛമ്മ, അമ്മമ്മ, അമ്മായി, ഒരുപാട് CCTV ഉണ്ട്. ഈ CCTV ഒക്കെ ഇങ്ങനെ കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കും. ഇന്ന് അത്തരം CCTVകളുടെ എണ്ണമൊക്കെ കുറഞ്ഞു. അതായത് അത്യാവശ്യം ഒരു സമയം കിട്ടുകയാണെങ്കിൽ അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛനും ഒക്കെ മൊബൈൽ, നമ്മൾ അതിൻ്റെ ഒരു അഡിക്റ്റായിട്ട് മാറിപ്പോയി എന്നുള്ളതാണ്. കുട്ടികൾ അതാണ് പറയുന്നത്. കുട്ടികൾ ഞങ്ങളെക്കാൾ കൂടുതൽ നോക്കുന്നത് ഇത് അച്ഛനമ്മമാരാണ്, അതിനേക്കാൾ കൂടുതൽ നോക്കുന്ന അച്ചാച്ചനാണ്, അമ്മമ്മമാരാണ്. അവർക്ക് സാധിക്കാത്ത റീൽസ്, അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഇതാണെങ്കിൽ ഓരോ ദിവസവും ലക്ഷക്കണക്കിന് സാധനങ്ങളാണ് ഡൗൺലോഡ് ചെയ്യപ്പെടുന്നത്, അപ്ലോഡ് ചെയ്യപ്പെടുന്നത്, ഡൗൺലോഡ് ചെയ്യപ്പെടുന്നത്. അപ്പം ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് തിരിച്ചു നേർക്കാഴ്ച. പുഴു ഇഴയുന്നത് കുട്ടി കണ്ടിട്ടുണ്ടോ? നിങ്ങൾ നോക്കുക, പുഴു ഇഴയുന്നത് കുട്ടി കണ്ടിട്ടുണ്ടോ? കുഴിയാനയെ കുട്ടി കണ്ടിട്ടുണ്ടോ? പശു നിങ്ങൾ ചോദിച്ചു നോക്കൂ. പശു പ്രസവിച്ചാൽ എത്ര ദിവസം കൊണ്ടാണ് അത് പശുക്കുട്ടി എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞാൽ 3 മാസം 4 മാസം 6 മാസമൊക്കെയാണ് പറയുന്ന കുട്ടികൾ. അവർ കണ്ടിട്ടില്ല ഒരു പശു പ്രസവിക്കുന്നത്. ഒരു പൂച്ചക്കുഞ്ഞിനെ അവർ നേരിട്ട് കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഇതൊക്കെ റീൽസ് ആക്കിയിട്ട് അവരെ കാണിച്ചു കൊടുക്കണം. അപ്പം അങ്ങനെ നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, അതാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ റെഡിയാണ്ട്. പുളിയൊക്കെ ഇങ്ങനെ ഈ LKG UKGയുടെ കുട്ടിയിലൊക്കെ പുളിയൊക്കെ ഇങ്ങനെ വായിൽ കൊടുത്തിട്ട് വായിൽ വെച്ച് കൊടുത്തിട്ടുള്ള അവരുടെ മുഖഭാവമല്ലേ, അതൊക്കെ വേണമെങ്കിൽ റീൽസ് ആക്കിയാൽ നല്ല രസം ഉണ്ടാവും. അപ്പം ഉണ്ടാവും ആ പുളി ഇങ്ങനെ ഈ കുറേ നമ്മുടെയൊക്കെ വായിൽ കുറേ പ്രായമായാൽ പിന്നെ പുളിയൊന്ന് വെച്ച ആക്ഷൻ കുറയും. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ, അതായത് പഞ്ചേന്ദ്രിയങ്ങൾ ഏറ്റവും കൂടുതൽ സെൻസിൽ നിൽക്കുന്ന ഒരു കാലമാണ്. പുളി അങ്ങനെ നാവിൻ്റെ അടുത്തേക്ക് വെക്കുമ്പോൾ തന്നെ മുഖത്ത് ഇങ്ങനെ ഭാവം മാറും. അപ്പം ചെറിയ പുളി, കയ്പ്പ്, ചവർപ്പ്, എരിവ് തുടങ്ങിയ സാധനങ്ങളൊക്കെ അനുഭവിച്ചറിയുക, തൊട്ടറിയുക, കണ്ടറിയുക, മണത്തറിയുക. ഇവർ എത്ര മണം ഇവർക്ക് ശീലിച്ചിട്ടുണ്ടെന്ന് നോക്കിക്കോളുന്നത്. മറ്റേത് എത്രയോ പൂക്കളുടെ വ്യത്യസ്തമായ മണങ്ങൾ അനുഭവിച്ചവരാണ്, വ്യത്യസ്തമായ ഇലകൾ തിരിച്ചറിഞ്ഞവരാണ്. അപ്പോൾ ആ തരത്തിലൊക്കെ ഈ കുട്ടികളെ, അവരുടെ പഞ്ചേന്ദ്രിയങ്ങളെ ഒന്ന് മാറ്റിയെടുക്കാൻ ഈ സ്കൂളിനൊപ്പം നിങ്ങളുടെ വീട്ടുകാർ കൂടി ശ്രദ്ധിച്ചാൽ അത് വളരെയേറെ പ്രയോജനപ്പെടും. അങ്ങനെ അവരുടെ അക്ഷമ മാറ്റിയെടുക്കാം, അവരുടെ പിടിവാശി. അപ്പോൾ എല്ലാവരും പറയുന്ന കുട്ടികൾ വളരെ പിടിവാശിക്കാരാണ്, വല്ലാതെ പിടിവാശിയുണ്ടെന്നൊക്കെ. ആ പിടിവാശിയൊക്കെ കാരണം ഇതാണ്. ഇതൊന്നും നമുക്ക് ഒരു 10 വയസ്സ് അല്ലെങ്കിൽ UPയിലെത്തിയിട്ട് നന്നാക്കാം, ഹൈസ്കൂളിലെത്തിയിട്ട് നന്നാക്കാമെന്നല്ല. ഏറ്റവും നന്നാക്കാനുള്ള പ്രായം എന്ന് പറയുന്നത് ഇവിടുത്തെ 1 അല്ലെങ്കിൽ LKG മുതൽ, LKGയിൽ തുടങ്ങണം. LKGയിൽ നമ്മൾ കുട്ടികളുടെ ശീലങ്ങൾ, ഇപ്പോൾ നമ്മളൊരു വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പറയില്ലേ, ഒരു വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പറയും നിങ്ങൾ ഒന്ന് വിളിക്കണം, ഒന്നെങ്കിൽ കോളിംഗ് ബെല്ല് ഉണ്ടെങ്കിൽ അത് വിളിക്കണം, അല്ലെങ്കിൽ ആളുണ്ടോ എന്ന് നോക്കണം, അല്ല ഓടിക്കയറില്ലല്ലോ. അതുപോലെ തന്നെയാണ് മറ്റൊരാളുടെ വാട്സപ്പിലേക്ക് കയറുമ്പോൾ, മറ്റൊരാളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് കയറുമ്പോഴും അയാളുടെ സമ്മതം ചോദിക്കണം. ഒരാവശ്യമില്ലാതെ ഒരാൾക്ക് വെറുതെ രാവിലെ എഴുന്നേറ്റ് ഒരു ഹായ് ഇടരുത് എന്ന് ഈ കുട്ടിയെ പറഞ്ഞു കൊടുക്കണം. മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് നമ്മൾ അങ്ങനെ കയറരുത്. മറ്റൊരു പെൺകുട്ടി ഒരു കൂട്ടുകാരിയെ വിളിക്കരുത്, അച്ഛനമ്മമാരിലൂടെ വിളിക്കണം. ഇതൊക്കെ ഈ ചെറുപ്രായത്തിൽ ഈ കുട്ടികൾ മനസ്സിലാക്കിയാൽ അവരൊരിക്കലും നാളെ ഒരു സൈബർ ക്രൈമിലേക്ക്, ഒരു സൈബർ കുറ്റവാളിയായിട്ട് മാറില്ല. അതുപോലെ തന്നെ നമ്മുടെ സങ്കടം തോന്നും നമുക്ക്. അതായത് MDMA അല്ലെങ്കിൽ ഇതുപോലുള്ള ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികൾ വലിയ സമ്പന്നരായ വീട്ടുകളിൽ നിന്ന് വരുന്നവരാണ്. ഏറ്റവും പാവപ്പെട്ട കുട്ടികളല്ല അതൊന്നും ചെയ്യുന്നത്. പിന്നെ കോഴിക്കോട് ബൈക്ക് മോഷണം നടത്തി അന്വേഷണമൊക്കെ നടത്തിയപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ എത്തിച്ചേരുന്നത് വലിയ വീടുകളിലാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ആ കുട്ടികളോട് എത്ര നേരം രക്ഷിതാക്കൾ പല കൗൺസിലിങ്ങിലും രക്ഷിതാക്കളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര നേരം നിങ്ങളുടെ കുട്ടിയോട് സംസാരിച്ചു എന്ന് ചോദിക്കുമ്പോൾ വളരെ കുറഞ്ഞ സമയമാണ് അവർക്ക് ഉത്തരമായിട്ട് പറയാനുള്ളത്. അപ്പം ആ തരത്തിലൊക്കെ നമ്മുടെ കുട്ടികൾക്ക് വരുന്ന മാനസിക ആരോഗ്യം കിട്ടാൻ കുറേയേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതൊക്കെ ഇത്തരത്തിലുള്ള ഒരു അവസരത്തിൽ നിങ്ങൾക്ക് അത് ശ്രദ്ധിച്ചാൽ
കുറെ കൂടി നല്ല രീതിയിൽ അത് മനസ്സിലാക്കിയാൽ. കാരണം നേരത്തെ അച്ഛമ്മയും അമ്മമ്മയും ഒക്കെ ഉള്ള വളരെ വലിയ കൂട്ടുകുടുംബമായിരുന്നു. ഇന്ന് ആ റോളിലൊക്കെ നമ്മൾ ഓരോരുത്തരും മാറാൻ, അടുക്കളയിൽ കുട്ടികളോടൊപ്പം നിൽക്കാൻ, കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ നോക്കാൻ, പഠിപ്പിസ്റ്റാകുക എന്നുള്ളതല്ല, അവർക്ക് നന്നായിട്ട് വരയ്ക്കാൻ, അവർക്ക് നന്നായിട്ട് പാടാൻ, അവരെ നന്നായിട്ട് അനുമോദിക്കാൻ, കയ്യടിക്കാൻ, അവരെ പ്രോത്സാഹിപ്പിക്കാൻ, ഒരിക്കലും മറ്റൊരു കുട്ടിയായിട്ട് താരതമ്യം ചെയ്യാതിരിക്കാൻ. ഇപ്പം നമ്മൾ കുട്ടികളെക്കുറിച്ച് പറയുക ഒരു പൂന്തോട്ടം പോലെയാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ജ്ഞാനപ്രധാനി LP സ്കൂളിൽ ചിലപ്പം തുമ്പപ്പൂ ഉണ്ടാവും, ചിലപ്പം പനിനീർപ്പൂ ഉണ്ടാവും, ചെമ്പകം ഉണ്ടാവും, അതുപോലെ ചെമ്പരത്തി ഉണ്ടാവും, പല പൂക്കളാണ് ഉണ്ടാവുക. അപ്പോൾ ഒരിക്കലും ഒരു പൂവിനെ നോക്കിയിട്ട് ഒരു പൂവിന് മാറാൻ കഴിയില്ല. ഒരിക്കലും ഒരു തുമ്പപ്പൂവിന് ഒരു ചെമ്പരത്തി ആവാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ചെമ്പരത്തിക്ക് ഒരു മന്ദാരാവാൻ പറ്റില്ല. അതുപോലെ ഈ കുട്ടികളൊക്കെ എന്ന് പറയുന്നത് അവരുടെ കഴിവുകളുമായിട്ടാണ് ഇവിടെ വളർന്നു വരുന്നത്. അപ്പോൾ ആ കഴിവുകളാണ് അവർക്ക് കിട്ടേണ്ടത്. കുറേ കുട്ടികൾക്ക് LSS കിട്ടി. ഇനി ഈ LSS കിട്ടിയ കുട്ടികൾ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, LSS കിട്ടിയ എല്ലാ കുട്ടികൾക്കും USS കിട്ടുന്നില്ല എന്നുള്ളതാണ്. LSS കിട്ടിയ കുട്ടികൾക്ക് USS കിട്ടാതെ അവിടെ പുതിയ കുട്ടികളാണ് USS കിട്ടുന്നത്. LSSും USSും കിട്ടിയ കുട്ടികൾക്ക് ഫുൾ A+ കിട്ടുന്നില്ല, അവിടെ വേറെ കുട്ടികൾക്കാണ് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ ഒരു കുട്ടിക്ക് കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് ഒരു നിരാശയോ, കിട്ടി എന്നുള്ളത് കൊണ്ടുള്ള ഒരു അമിതമായ ആഹ്ലാദമൊന്നും അല്ല അതിന് വേണ്ടത്. അതിൻ്റെ വളർച്ചയിലാണ്. അതുപോലെ സ്കൂളിൽ നിന്ന് ഇപ്പം യേശുദാസ് പാട്ട് പാടാനേ കൊള്ളില്ല എന്ന് പറഞ്ഞ് ആകാശവാണി ഓഡീഷനിൽ നിന്ന് ഒഴിവാക്കിയ ഒരാളാണ്. ആകാശവാണി ഓഡീഷൻ ടെസ്റ്റ് നടത്തിയിട്ട് ഈ ശബ്ദം പാട്ടിന് പറ്റിയതല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയ ആളാണ് യേശുദാസ്. മമ്മൂട്ടി ആദ്യത്തെ ഷോട്ട് എടുത്ത സമയത്ത് ഇത് ഒരു ഫിലിമിന് പറ്റിയതല്ല, ഒരു സിനിമയ്ക്ക് പറ്റിയ രൂപമല്ല എന്ന് അവഗണിക്കപ്പെട്ടതാണ്. അങ്ങനെ എത്രയോ മലയാളം മണിയൻ പിള്ള രാജു ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ കഴിഞ്ഞ് ശ്രീകുമാരൻ നമ്പിയുടെ അടുത്തൊരു അഭിനയത്തിന് വേണ്ടി വന്നപ്പോഴേ ആദ്യം തന്നെ ശ്രീകുമാരൻ നമ്പി ചോദിച്ചത്, ഇങ്ങനെയൊക്കെ ഉള്ളൊരു മുഖമുള്ള നീ എന്തിനാണ് ഈ കോഴ്സ് പഠിക്കാൻ പോയെന്നാണ്. നിന്നെ ആരാണ് സിനിമയിൽ എടുക്കുക എന്നാണ് ചോദിച്ചത്. ആ സമയത്ത് ഒരു രസകരമായൊരു കാര്യം എന്താ വെച്ചാൽ, ആ സമയത്ത് ഈ മണിയൻ പിള്ള രാജു കരഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത്. കരഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഈ ശ്രീകുമാരൻ നമ്പിയുടെ ഭാര്യ ശ്രീകുമാരൻ നമ്പിയോട് പറഞ്ഞു, അയാൾ അഥവാ ആത്മഹത്യ ചെയ്താൽ നിങ്ങൾ കൊടുക്കുന്നു. എന്നിട്ടാണ് ഈ ശ്രീകുമാരൻ തമ്പി വീണ്ടും അയാളെ വിളിക്കുകയാണ്. അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, അടുത്ത ലൊക്കേഷനിൽ വന്നോ, നിനക്കൊരു സീൻ തരാമെന്ന്. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ മണിയൻപിള്ള രാജു ശ്രീകുമാരൻ തമ്പിയോട് ചോദിച്ചതാണ്, എന്നെ നിങ്ങൾ എന്താണ് തിരിച്ചു വിളിച്ചതെന്ന്. അപ്പം പറഞ്ഞു, എൻ്റെ അഭിനയം കണ്ടിട്ടൊന്നുമല്ല അന്നും ഞാൻ തിരിച്ചു വിളിച്ചത്, എൻ്റെ ഭാര്യ എന്നെ പേടിപ്പിച്ചിട്ടാണ്. അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയാണ് കടന്നു വരുന്നത്. ഒരാൾ അതിനായിട്ട് ജനിക്കുകയൊന്നുമല്ല. അപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഏറ്റവും മികച്ച കുട്ടികളാവാനുള്ള ഏതെങ്കിലുമൊക്കെ തരത്തിൽ, പിന്നെ ഇവരൊന്നും കേരളത്തിലായിരിക്കൊള്ളണമെന്നില്ല, ഇവരുടെ നമുക്ക് പറയാനേ പറ്റില്ല. ഇവരൊക്കെ പഠിക്കുമുള്ള ജോലി സാധ്യത എന്ത് എന്ന് നിർവചിക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പോൾ ആകെ 2-3 ജോലി സാധ്യതയാണ് പറയുന്നത്. ഒന്ന് ആശയവിനിമയ ശേഷി, മറ്റൊന്ന് മാനേജ്മെൻറ്റ്, HR മാനേജ്മെൻറ്റ്, അതായത് നല്ല നല്ല മാനേജ്മെൻറ്റ് സ്കില്ല്. ഇപ്പോൾ ഇവരുടെ കഴിവെന്നൊക്കെ പറഞ്ഞാൽ കസേരയൊക്കെ നിർത്തിയിട്ടല്ല ഇരിക്കുന്നൊക്കെ പറഞ്ഞാൽ അത്തരം സ്കില്ലില്ലേ. അതല്ലാതെ MBBSൻ്റെ ഒക്കെ കാര്യം ഇപ്പോഴുള്ള അവസ്ഥയിൽ വളരെ വളരെ കഷ്ടമാണ്. കാരണം അതിനൊന്നും ഒരു സാധ്യതയില്ല എന്നാണ്. AI-യുടെ നിർമ്മിത ബുദ്ധി കാലത്ത് അതിൻ്റെയൊക്കെ സാധ്യത കുറഞ്ഞ് പുതിയ പുതിയ ജോലി സാധ്യതകളാണ് വരുന്നത്. അപ്പോൾ അതിന് ഇവരിലുള്ള കഴിവുകൾ, നല്ല ഭക്ഷണം പാകം ചെയ്യുന്നത് നല്ലൊരു ജോലിയാണ്, നല്ല കുക്ക്. അപ്പോൾ അടുക്കളയിലൊക്കെ വരുമ്പോൾ അമ്മേ ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറയുമ്പം ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇവന് 10 വയസ്സായിട്ട് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികൾ പറ്റില്ല. ഇന്ന് 2 വയസ്സായ കുട്ടി നമ്മുടെ 2 വയസ്സല്ല. ആ കുട്ടി ഇങ്ങനെ അച്ഛനെയും അമ്മേനെയൊക്കെ ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ടാവും. അച്ഛൻ ഇത്ര കിലോ ഉണ്ട്, അമ്മ ഇത്ര കിലോ ഉണ്ട്, അച്ഛനും അമ്മയും തമ്മിൽ ഇങ്ങനെയാണ്. പിന്നെ വേറെ ഒന്നുണ്ട്, സത്യം പറയണമെന്നൊക്കെ വരെ നമ്മൾ എഴുതി കൊടുക്കും. അപ്പോഴായിരിക്കും അച്ഛനൊരു ഫോണെന്ന് പറയുമ്പോൾ നമ്മളെന്ന് പറയുമോ, അച്ഛനോട് ഇല്ല എന്ന് പറഞ്ഞേക്കുമെന്ന് പറയും. ഒരാൾ വീട്ടിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് എന്തെങ്കിലും സംഭാവനയൊക്കെ ചോദിച്ചാൽ പിന്നെ അച്ഛനും മകനും തമ്മിൽ അവരെക്കുറിച്ചൊരു പരദൂഷണം പറയും. ഇതൊക്കെ അവർ റെഡിയാക്കി വെക്കും. ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഒരു പ്രീ പ്രൈമറി ടീച്ചറോട് ഒരു കുട്ടി പോയി പറഞ്ഞെന്താണെന്നറിയോ, എൻ്റെ അമ്മയ്ക്ക് അച്ഛനെ തീരെ ഇഷ്ടമല്ല എന്നാണ്. എൻ്റെ അമ്മയ്ക്ക് അച്ഛനെ തീരെ ഇഷ്ടമല്ല എന്ന് അതെന്താ? അപ്പം ഈ നല്ലൊരു ഇത് ഞാൻ നടന്ന ഒരു സംഭവം, വളരെ വളരെ സങ്കടകരമായ. കാരണം ആ ടീച്ചർ നല്ലൊരു ടീച്ചറായി, വേണമെങ്കിൽ ആ കുടുംബം അന്ന് വിവാഹമോചനത്തിലേക്ക് കടക്കും. പക്ഷെ ആ ടീച്ചർ ഈ കുട്ടി ഇത് മനസ്സിലാക്കിയിട്ട് ഈ അമ്മയെ വിളിച്ച് ചോദിച്ചതാണ്. നോക്കുമ്പോൾ ഒന്നുമില്ല, ഇവരിങ്ങനെ ഒരുമിച്ച് നടന്നു വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭർത്താവിനെ കുറ്റം പറയല്ല, അതൊരു സാധാരണഗതി പറയുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുറ്റം പറഞ്ഞാൽ എന്തൊക്കെയോ ചെറിയ പക്ഷേ ഇത് നിരന്തരമായിട്ട് ഈ കുട്ടി കേൾക്കുകയാണ്. അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ്, എന്താണ് ഇങ്ങനെ പറയുന്നത്. വീട്ടിലെത്തുമ്പോൾ നല്ല ലോക്യം, പക്ഷേ ഇങ്ങനെ നടന്നു കാണാതിരിക്കുമ്പോൾ കുറ്റം എന്ന് പറഞ്ഞാൽ വലിയ വലിയ കുറ്റമൊന്നും ആയിരിക്കില്ല, ചെറിയ കുറ്റമായിരിക്കും പറയാം. പക്ഷെ ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിലേൽക്കുന്ന ഒരു മുറിവാണത്. അതവൻ ആ ടീച്ചറോട് പറഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അവനൊരു മാനസിക രോഗിയായിരിക്കും ചെയ്യുക. കാരണം ഇങ്ങനെ അവനൊരു മനസ്സിലാവുന്നില്ല. അച്ഛനും അമ്മയും ഇഷ്ടമുണ്ട് താനും, എന്നാൽ ഇഷ്ടക്കേടുണ്ട്, ഇത് എന്തുകൊണ്ടാണെന്നൊക്കെ മനസ്സിലാവാത്ത അവസ്ഥയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടികളെന്ന് പറയുന്നത് വെറും കുട്ടികളല്ല, നമ്മളെയൊക്കെ തൂക്കി വെച്ച കുട്ടികളാണ്. വളരെ വളരെ ഗൗരവത്തിൽ
ആ കുട്ടികളെ കൈകാര്യം ചെയ്താൽ അവർക്ക് നല്ല അറിവുള്ളവരാണ്. അവരതാത് സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 4ാം ക്ലാസ്സിലെ 4 കുട്ടികൾ കൂടി ചേർന്നാൽ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അവർ അത്രമാത്രം കാര്യങ്ങൾ അവർ പറയും. ഈ തന്ത വൈബൊക്കെ ഉണ്ടല്ലോ, ഈ വൈബിൻ്റെ ഒക്കെ കാര്യത്തിൽ ഇവരങ്ങെത്തിയാണ്. അവർക്ക് അവരുടേതായ ഭാഷയാണ്. അവർ നിങ്ങളുടെ പിന്നെ അത് കുറേ കാലം നല്ല കാര്യങ്ങളുണ്ട് കേട്ടോ. ഇപ്പോഴേ ഈ കഴിഞ്ഞ ദിവസം 7 USSൻ്റെ കുറേ കുട്ടികൾ പറഞ്ഞ 1-2 കാര്യം ഞാൻ പറയാണ്. ഒന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അച്ഛനമ്മമാരുടെയൊക്കെ ഇപ്പം പണ്ട് കാലത്തൊക്കെ ഇപ്പോൾ ഇരിക്കുന്ന സ്ത്രീകളൊക്കെ പണ്ട് സ്കൂളൊക്കെ പോകുമ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കും. ഒരു പ്രായത്തിൽ അങ്ങനെയാണ്. ഒന്ന് കണ്ണെഴുതി പൊട്ട് തൊട്ടിട്ടൊക്കെയാണല്ലോ, ഒന്ന് വാലിട്ട് കണ്ണെഴുതും, പിന്നെ ഒരു ബ്യൂട്ടി സ്പോട്ട് തൊട്ട് കൊടുക്കും. ഇപ്പോഴുള്ള കുട്ടികൾക്ക് അതിലൊന്നും ഒരു താല്പര്യമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, കുട്ടികൾക്ക് അത്തരത്തിലുള്ള സൗന്ദര്യ കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല. എന്നിട്ട് ഈ കുട്ടികൾ പറയുന്നുണ്ട് ഇത്രമാത്രം ഡെക്കറേറ്റ് ചെയ്തിട്ട് എന്തിനാണ് പോകുന്നത്. ഇപ്പോൾ കല്യാണത്തിനൊക്കെ കണ്ടില്ലേ, കല്യാണ പെണ്ണിൻ്റെ അതേ രീതിയിൽ തന്നെയായിരിക്കും പെണ്ണിൻ്റെ അമ്മ ഉണ്ടാകുക, പെണ്ണിൻ്റെ അമ്മമ്മ ഉണ്ടാകുക, പെണ്ണിൻ്റെ അച്ഛനുണ്ടാകുക, പെണ്ണിൻ്റെ അച്ഛനൊക്കെ ഉണ്ടാകുക. ഇതിനെയൊക്കെ ഈ ആൽഫ കുട്ടികൾ ചോദ്യം ചെയ്യാൻ അതാണൊരു വളരെ നല്ല, അതായത് ഇവരെല്ലാം ഒരു 2010 മുതൽ 2025 വരെ ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്ന 7, 8 പഠിക്കുന്ന കുട്ടികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. അവർ നാളെ നമുക്ക് നേരെ ഇതിനെതിരെയൊക്കെ ചോദ്യം ചെയ്യും. ആ രാഷ്ട്രീയത്തെ, മതത്തെ ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു തലമുറയാണ് വളർന്നു വരുന്നത്. അവരങ്ങനെ അത്ര മോശക്കാരൊന്നുമല്ല. അവരെല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ, നല്ല നന്മകൾ ചെയ്യാൻ അവർക്ക് ഇഷ്ടമാണ്. അവർ മറ്റു കുട്ടികളെ സഹായിക്കാൻ തയ്യാറാവുന്നവരുണ്ട്. പക്ഷേ അവരെ വളരെ പെട്ടെന്ന്, അതായത് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി എങ്ങനെയാണ് മയക്കുമരുന്നിൽ ആ കുട്ടി വീട് വിട്ടിറങ്ങിപ്പോയതാണ്. നമ്മുടെ കേരളത്തിലാണ്. ആ രക്ഷിതാവ് പരസ്യമായിട്ട് അത് ചാനലിൽ വന്ന് പറഞ്ഞു, ആദ്യം എൻ്റെ കുട്ടിക്ക് കിൻഡർ ജോയിലാണ് കൊടുത്തത്. അങ്ങനെ ആദ്യം കൊടുക്കുന്നത് ഒരു മിഠായിലാണ് കൊടുക്കുന്നത്. മിഠായിലാണ് ആദ്യത്തെ മയക്കുമരുന്ന് കൊടുത്തത്. അങ്ങനെ കൊടുത്ത് വന്ന് ഈ കുട്ടി ഒരു ദിവസം രാത്രി വീട് വിട്ടിറങ്ങി പോകുമ്പോഴാണ് ഈ പാവ അച്ഛൻ പിന്നാലെ പോയി നോക്കുന്നത്. അപ്പോഴാണ് നടന്ന് വളരെ റിമോട്ടായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് കുട്ടി പോകുന്നത് കാണുന്നത്. അവിടെയാണ് കുറേ 2-3 പെൺകുട്ടികളും കുറേ ആൺകുട്ടികളും എത്തുന്നത്. അവിടെ നിന്ന് ജീവൻ പണയം വെച്ചിട്ടാണ് അയാൾ ആ കുട്ടി ചികിത്സയിലാണ്, അങ്ങേയറ്റത്തെത്തിപ്പോയി. ആദ്യം കൊടുത്തത് കിൻഡർ ജോയിലാണ്. അപ്പം നമ്മൾ ഓരോ ദിവസവും വിട്ട് വരുമ്പോൾ, ഇനി മറ്റു കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പൊതുവായിട്ടുള്ള ചടങ്ങിൽ പറയുന്നില്ല, ഓരോ ദിവസവും കുട്ടി സ്കൂളിൽ വിട്ട് വരുമ്പോൾ അമ്മയെ പിന്നെ പലതും കുട്ടികൾ ചെയ്യുന്നതുകൊണ്ടാണ് അമ്മയെ കൊന്നുകളയും അല്ലെങ്കിൽ അച്ഛനെ കൊന്നുകളയുമെന്ന് പറഞ്ഞ് കുട്ടിയെ പേടിപ്പിക്കുകയാണ്. കൗൺസിലർമാരോടൊക്കെ കുട്ടികൾ തുറന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അമ്മയോട് പറയാതിരുന്നത്. അമ്മയോട് പറഞ്ഞാൽ അമ്മയെ കൊല്ലുമെന്നാണ് അവർ പറയുന്നുണ്ടാവുക. അപ്പം അങ്ങനെ നാടിൻ്റെ ഭാഗത്തൊക്കെ ഇതൊന്നും ഇവിടെ ഉണ്ട് എന്നല്ല, ഇങ്ങനെയൊക്കെയാണ് കാലം പോകുന്നത്. വളരെ വേഗത്തിലൊരാശയം. നമ്മൾ പണ്ട് കാലത്ത് പ്രേമം എന്നൊക്കെ പറഞ്ഞാൽ ഒരു കത്ത് എഴുതി അതിന് ആരെക്കൊണ്ടെങ്കിലും എഴുതിക്കണം, അക്ഷരം അറിയാത്തവരാണെങ്കിൽ, എന്നിട്ട് എഴുതിയിട്ട് ഈ രമണനൊക്കെ നോക്കി വായിച്ച് കൊണ്ടു കൊടുക്കണം. ഇപ്പോഴതല്ല. ഇപ്പം രാവിലെ ചെക്കന്മാരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരൊറ്റ പോസ്റ്റ് ഉണ്ടാക്കുകയാണ്, എന്നിട്ട് 25 അക്കം അയക്കുകയാണ്. ഒരു ഹായ് ഒരു 25 അയക്കും, ഏതെങ്കിലും 2 ഹായ് തിരിച്ചു വരും. ആ ഹായ്ക്ക് വീണ്ടും ഒരു ഹായ് ഇടും, പിന്നെ അതിനൊരു ചിഹ്നം ഇടും. അങ്ങനെ വളർത്തി വരുമ്പോഴാണ് എറണാകുളത്ത് ഒരാളുടെ മൊബൈൽ, അതവിടെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. മൊബൈൽ പരിശോധിച്ചപ്പം ഏതാണ്ട് 80ഓളം പെൺകുട്ടികളാണ് അയാളുടെ കമ്മ്യൂണിക്കേഷൻ. അതായത് മുമ്പ് രാവിലെ എഴുന്നേറ്റിട്ട് ഒരു 80 അക്കം അയക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്? ആരെങ്കിലും ഒന്നും മിണ്ടണ്ടേ? ഞാനൊരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രശസ്തനായ ഒരു മനഃശാസ്ത്രജ്ഞനോട് ചോദിച്ചപ്പോൾ അയാൾ എനിക്ക് പറഞ്ഞൊരു ഉത്തരവോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അയാൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലുള്ള കുട്ടികളൊക്കെ ആകുമ്പോൾ ഈ അച്ഛനും അമ്മയും സ്നേഹം ഉണ്ടെങ്കിലും അപ്പം സ്വാഭാവികമായും ചില കുട്ടികൾക്ക് നെറ്റി കുറച്ച് കാര്യമായിട്ടായിരിക്കും, ചില കുട്ടികൾക്ക് മൂക്ക് അങ്ങനെയായിരിക്കും, എന്തെങ്കിലുമൊക്കെ ചില പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാവും. ഇത് ഇടയ്ക്ക് അമ്മമ്മയൊന്ന് തോണ്ടിയിടും, അമ്മയൊന്ന് തോണ്ടിയിടും. അങ്ങനെ ഈ കുട്ടികൾ ഇങ്ങനെ അല്ലെങ്കിൽ നിറത്തിന് ലേശം കുറവുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. എന്താണോ കുട്ടിയുടെ വൈകല്യം അത് നോക്കി അതിലിങ്ങനെ അസ്വസ്ഥാവും കുട്ടികൾ ഒരു 16-17 വയസ്സ് വരെ. നമ്മുടെ ഈ കാമുകൻ എന്താ ചെയ്യാന്നറിയോ? അതുമലാണ് പിടിക്കുക. അതായത് അല്ലെങ്കിൽ ഇപ്പം നെറ്റി കുറച്ച് കയറിയിട്ടാണ് ഈ കുട്ടിയെങ്കിൽ ആ അസ്വസ്ഥത നടക്കുമ്പോഴാണ് ഇയാൾ ബസ്സിലൊക്കെ കാത്തുനിന്ന് പറയുക, നിൻ്റെ നെറ്റി വളരെ മങ്ങിയുണ്ടല്ലോ. അപ്പോൾ അത് പിറ്റേന്നും കേൾക്കാൻ കുട്ടിക്ക് ആഗ്രഹം ഉണ്ടാവും, പിറ്റേന്നും തിരിഞ്ഞു നോക്കും. അല്ലെങ്കിൽ ഹൈറ്റ് കുറഞ്ഞ കുട്ടിയാണെങ്കിൽ നിൻ്റെ ഉയരത്തിന് നല്ല ഭംഗിയുണ്ടല്ലേ, മുടി കുറവാണെങ്കിൽ അതിന് എന്താണോ കുട്ടിയുടെ വൈകല്യം അത് വെച്ചുകൊണ്ട് കുട്ടിയോട് പോസിറ്റീവായി സംസാരിച്ചിട്ടാണ് പല കുട്ടികളെയും ഇങ്ങനെ തങ്ങളിലേക്ക് അടുപ്പിക്കുന്നത് എന്ന് ഒരു മനഃശാസ്ത്ര അദ്ദേഹത്തിൻ്റെ കൗൺസിലിങ്ങിൻ്റെ അനുഭവം വെച്ച് പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മുടെ എല്ലാ കുട്ടികളും നല്ല കുട്ടികളാണ്, അതിങ്ങനെ അല്ലെങ്കിൽ ഇത് എന്താണ് അത് അച്ഛൻ്റെ മാതിരിയാണ് അമ്മയുടെ മാതിരിയാണ് എന്നൊന്നും പറയാതെ. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ കലക്ടറായിട്ടുള്ള ദിവ്യ സയ്യരോട് എത്രയോ ആൾ പറയുന്നുണ്ട്, ആ പല്ല്, ഉയർന്ന പല്ല് കേട്ടിട്ടുണ്ടോ അറിയില്ല, ആ പല്ല് എങ്ങനെയെങ്കിലും പറപ്പിക്കണം എന്നാണ് പറയുന്നത്. നമ്മുടെ ഒരു സൗന്ദര്യത്തിന് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടാവും.
പക്ഷെ അതൊരു ഭംഗിയായിട്ട് എടുക്കാനുള്ള ഒരു ആത്മധൈര്യം ആ കുട്ടിക്കുണ്ടായി. നമ്മളുടെ ചില വൈകല്യങ്ങളൊക്കെ വൈകല്യമായിട്ട് കാണാൻ, ഇപ്പം നമ്മൾ ചാർലി ചാപ്ലിൻ ആയാലും നിങ്ങൾ ആരും മഹാത്മാഗാന്ധി ആയാലും എല്ലാ പ്രഗത്ഭരായ ആളുകളെ നോക്കൂ, അവരുടെയൊന്നും ഈ ഒരു സൗന്ദര്യ മത്സരത്തിനൊന്നും അല്ലല്ലോ പങ്കെടുക്കുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ കുട്ടികളെ കാണാനൊക്കെ നമുക്ക് സാധിക്കണം. തീർച്ചയായും ഇതൊരു മികവിൻ്റെ വിദ്യാലയമാണ്. നല്ല മികച്ച കുട്ടികളാണ് ഈ വിദ്യാലയത്തിലുള്ളത്. ഈ കുട്ടികൾ നാളെ ഷാജി മാഷ് പറഞ്ഞതുപോലെ സുസ്ഥിരമായി ഇത് നിലനിർത്തണമെങ്കിൽ വീട്ടിൽ നിന്നുള്ള വലിയൊരു പിന്തുണ നമുക്ക് ആവശ്യമാണ്. എപ്പോഴെങ്കിലുമൊക്കെ സ്കൂളിലേക്ക് ഒന്ന് കുട്ടികളുമായിട്ട് നടന്നു വരികയും കുട്ടികളുമായിട്ട് കുറേ നേരം എല്ലാ ദിവസവും നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. എല്ലാ ദിവസവും കുട്ടികളുമായിട്ട് അതൊരു എന്നാൽ വരൂ നമുക്ക് സംസാരിക്കാമെന്ന് പറയാനൊന്നും കുട്ടികൾ പറയില്ല. കുട്ടികൾ ചിലപ്പോൾ മത്തി മുറിക്കുന്ന സമയത്തായിരിക്കും അമ്മയെന്ന് പറയുക. അപ്പോൾ ഒരു നല്ല അമ്മ എന്ന് പറയുന്നത് ആ മത്തിമുറി അവിടെ നിർത്തിയിട്ട് കുട്ടിയോട് സംസാരിക്കുന്ന അമ്മയാണ് നല്ല അമ്മ. അങ്ങനെ നല്ല അമ്മ ആവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ, നല്ല അച്ഛനാവാൻ പറ്റട്ടെ. നല്ല ഇപ്പം നേരത്തെയൊക്കെ ആയിരുന്നു അമ്മമാരോട് കൂടുതൽ അടുപ്പം, ഇപ്പം കുട്ടികൾ കൂടുതൽ അച്ഛന്മാരോടും അടുപ്പം കാണിക്കുന്നത്. അതെന്താ വെച്ചാൽ ഫ്രീഡം കൂടുതൽ കിട്ടുന്നതുകൊണ്ടാണ്. കാരണം എന്താ വെച്ചാൽ അച്ഛൻ ഈ ഒരുപാട് തിരക്കുണ്ടാവും, ആയിക്കോട്ടെ എന്ന് പറയും. കുട്ടികൾക്ക് കൂടുതൽ എക്സ്ക്യൂസ് കിട്ടുന്ന സ്ഥലത്തേക്കാണ് കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ മാറ്റി നല്ല മിടുക്കികളായി നമ്മുടെ കുട്ടികളെയൊക്കെ മാറ്റാൻ നമുക്ക് ഈ ഒരു കൂട്ടായ്മ കൂടി സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലാണ്. ലഹരി വളരെ ഗുരുതരമായ പ്രശ്നമാണ്. അതിന് നമ്മളൊരു കൈച്ചങ്ങല ഒരുപാട് ബോധവൽക്കരണം നടത്തുമ്പോഴും നമ്മുടെ വീട്ടിനകത്ത് അതിനുള്ളൊരു നല്ല സുരക്ഷിതം ഉണ്ടാവണം. കോവിഡ് കാലത്തെ അതിജീവിച്ചവരാണ് ഈ കുട്ടികൾ. അതൊക്കെ അവരുടെ സ്വഭാവത്തിൽ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനത് അവസാനിപ്പിക്കുന്നു. നന്ദി.